ഉത്തർപ്രദേശിലെ അലിഗഡിൽ നിന്ന് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഉത്തർപ്രദേശിലെ അലിഗഡിൽ ഒരു വലിയ നിയമവിരുദ്ധ മതപരിവർത്തന ശൃംഖലയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. അതിനെ യോഗി ആദിത്യനാഥ് സർക്കാർ അന്വേഷണത്തിലൂടെ കണ്ടെത്തി തകർത്തിരിക്കുന്നു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പോലീസിൻ്റെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും റിപ്പോർട്ടുകൾ പ്രകാരം 97 സ്ത്രീകളെ ഈ സംഘം കുടുക്കിയതായി എന്നാണ് പറയുന്നത്. അവരെ കാണാതായി എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ എടുത്ത് പറയുന്നുണ്ട്. അതായത് ഈ 97 സ്ത്രീകളും അവിടെ നിന്നും കാണാനില്ല എന്നുള്ളതാണ്. കാര്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ഉത്തർപ്രദേശ് പോലീസിൻ്റെയും പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. പ്രധാന പ്രതിയായിട്ടുള്ള ഉമർ എന്ന് പറയുന്ന ആൾ ആഗ്രയിൽ നിന്ന് അറസ്റ്റിലായതോടെയാണ് നിയമവിരുദ്ധ മതപരിവർത്തന ശൃംഖല പുറത്തുവന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അലിഗഡിൽ ഉമർ മതപരിവർത്തന ശൃംഖല വ്യാപിപ്പിച്ചിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. 2025 മാർച്ചിൽ 2 സഹോദരിമാരെ കാണാതായതുമായി ബന്ധപ്പെട്ട് അലിഗഡിലെ സദർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിക്കുന്നു. ഈ അന്വേഷണത്തിനിടെ സോഷ്യൽ മീഡിയയിൽ സഹോദരിമാരിൽ ഒരാളുടെ ഫോട്ടോ പോലീസ് കണ്ടെത്തുന്നു. അതിൽ അവർ AK-47 ധരിച്ചിരുന്നതായി കാണപ്പെടുന്നു. ഈ ഫോട്ടോ അന്വേഷണത്തിന് പുതിയ വഴിത്തിരിവ് നൽകുകയും നിയമവിരുദ്ധ മതപരിവർത്തനങ്ങളുടെ സംഘടിത ശൃംഖലയെക്കുറിച്ച് സൂചന നൽകുകയും ചെയ്യുന്നുണ്ട്. സ്രോതസ്സുകൾ പ്രകാരം 2 സഹോദരിമാരെയും നിർബന്ധിത മതപരിവർത്തനം നടത്തി കൊൽക്കത്തയിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ കോളനിയിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. എന്തായാലും പോലീസ് അന്വേഷണത്തിൽ സോഷ്യൽ മീഡിയ, ഡാർക്ക് വെബ്, വിവിധ മൊബൈൽ ആപ്പുകൾ എന്നിവയിലൂടെ ഈ സംഘം യുവതികളെ വലയിൽ വീഴ്ത്തിയതായി കണ്ടെത്തി. ആദ്യം പെൺകുട്ടികളെ പ്രണയക്കെണികളിലേക്ക് പ്രലോഭിച്ച് പിന്നീട് ബ്രെയിൻ വാഷ് ചെയ്ത് മതം മാറ്റാൻ നിർബന്ധിക്കുകയാണ്. ഈ ശൃംഖലയുടെ പ്രവർത്തനം വളരെ രഹസ്യമായിട്ടായിരുന്നു. എന്തായാലും വ്യത്യസ്ത പോലീസ് സംഘങ്ങൾക്ക് പോലും പരസ്പര പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാത്ത സ്ഥിതിയിൽ നിന്ന് പോലീസ് ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഘം 100 കണക്കിന് ആളുകളെ നിയമവിരുദ്ധമായി മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. ആയിഷ, അലി ഹസൻ എന്ന ഷേഖർ റായ്, മുഹമ്മദ് അലി എന്നിവരാണ് സംഘാംഗങ്ങൾ. വിദേശത്ത് നിന്ന് ഫണ്ട് ശേഖരിച്ച് സംഘത്തിന് പണം വിതരണം ചെയ്തതായി ആയിഷയ്ക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതേസമയം അലി ഹസൻ വമ്പന്മാരുമായി ബന്ധം സ്ഥാപിച്ചില്ലെന്ന് പോലീസ് ഡയറക്ടർ ജനറൽ രാജീവ് കൃഷ്ണ പറയുന്നു. ഇപ്പോൾ അലിഗഡിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി 97 സ്ത്രീകളെ കാണാതായതുമായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മതപരിവർത്തന ശൃംഖലയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. ഈ സ്ത്രീകളിൽ പലരെയും പരിവർത്തനത്തിനായി വശീകരിക്കുകയോ അല്ലെങ്കിൽ പ്രണയം നടിച്ച് പിന്നീട് കൊണ്ടുപോവുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് കണക്ക് കൂട്ടുന്നത്. പോലീസ് ഇവർക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.